യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ അതേ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അങ്ങനെ എല്ലാ റിലേഷനൊന്നും ഇല്ലെങ്കിലും കുറേ റിലേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റെന്തൊക്കെ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് തന്നേക്കും ചോദ്യത്തിൽ. അപ്പോൾ ആ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റിയും അതിൻ്റെ മെഷർമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ മെഷർമെൻറ്റ്സിലെല്ലാം എന്താ പറയുക, ഡയമെൻഷൻസ് ഉണ്ടല്ലോ. ആ ഡയമെൻഷൻസ് ഒക്കെ എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ റിലേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ചോദ്യം ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമുക്ക് ഇവിടെ തിയറി വളരെ കുറവാണ്. ഈ തിയറി ഞാനിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കാര്യം ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ അല്ലാതെ തരുന്ന കാര്യമാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റ് ക്വാണ്ടിറ്റികളെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നത് വെച്ചുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തരും, ക്വാണ്ടിറ്റി എന്തോ ആയിക്കോട്ടെ, ആ ക്വാണ്ടിറ്റി നമ്മൾ അങ്ങ് എടുക്കും. എന്നിട്ട് നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യും. അതായത് ആ ക്വാണ്ടിറ്റി മറ്റേതൊക്കെയോ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അത് ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ ആയിരിക്കാം, ചിലപ്പോൾ സ്ക്വയർ എടുക്കാനായിരിക്കാം, ചിലപ്പോൾ ക്യൂബ് എടുക്കാനായിരിക്കാം, എങ്ങനെയോ ആയിക്കോട്ടെ. അപ്പോൾ ആ പറയുന്ന കാര്യം, അതായത് നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മൾ ഈ പവറുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. എന്താ റെപ്രസെൻ്റ് ചെയ്യും, പവറുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് സംഭവം ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റി എഴുതി, എന്നിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ എഴുതി, എന്നിട്ട് നമ്മൾ പവറുകൾ അസ്യൂം ചെയ്യും. നമ്മൾ പവറുകൾ എന്ത് ചെയ്യും, നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അസ്യൂം ചെയ്ത് 3 പവറുകൾ അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ക്വാണ്ടിറ്റിയുടെയും ഈ ഓരോ ക്വാണ്ടിറ്റിയുടെയും എന്തെടുക്കും, ഡയമെൻഷൻസ് എടുക്കും. ഡയമെൻഷൻസ് എടുക്കും. എന്നിട്ട് പവർ ലോ റിലേഷൻഷിപ്പ് എന്നൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് അത് ഈക്വൽ ആണെങ്കിൽ ഇടതുവശത്തെയും വലതുവശത്തെയും ടേമുകളുടെ പവറുകളും തുല്യമായിരിക്കണം. അതായത് ഒരേ ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ പവറുകൾ തുല്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഡയമെൻഷൻ്റെ പവറും ഇപ്പുറത്തുള്ള സെയിം ഡയമെൻഷൻ്റെ പവറും നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊരു മാത്സിൽ പ്രോബ്ലം ചെയ്യുന്ന പോലെ ഇരിക്കും. മാത്സ് അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരുന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ ഉത്തരത്തിലോട്ടൊക്കെ കൊണ്ടെത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാറുണ്ട്, പബ്ലിക് എക്സാമിന് ഇവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കാം. അതാണ് നല്ലത്. കാരണം ഇത് എന്താണെന്നൊന്നും ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകും. ഇങ്ങനത്തെ ഈ ഡെഫിനേഷൻ എഴുതാനും ചോദിക്കത്തില്ല, പവർ ലോ റിലേഷൻഷിപ്പ് ഒന്നും ചോദിക്കത്തില്ല. നമുക്ക് പരീക്ഷയ്ക്ക് ഇതുപോലൊരു ചോദ്യം തന്നിട്ട് അതങ്ങോട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്ത് തന്നെ പഠിക്കാം. 3-4 ഡിഫറൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് ചെയ്ത് തരും. അത് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ അതിൻ്റെ ചോദ്യങ്ങൾ കിട്ടിയാൽ നമുക്കത് പിന്നീട് ഒരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തുടങ്ങാമല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി വരെ ദിവസങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്റർ തീർന്നു. ഇനി എറർ എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം കൂടിയേ ഉള്ളൂ. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും നമ്മുടെ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ടില്ല, അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങുന്നതേ ഉള്ളൂ. സോ നമ്മൾ അത്യാവശ്യം മുന്നെയാണ്. സോ എത്രയും നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങും അത്രയും നല്ലത്. എത്രയും പെട്ടെന്ന് സിലബസ് തീർക്കുക. അതാകുമ്പോൾ നമുക്ക് റിവിഷൻ സമയം കിട്ടും. സ്കൂളിൽ പഠിച്ചു തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയം നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് കിട്ടത്തുള്ളൂ. സോ അത് ആലോചിക്കും. തുടങ്ങാമല്ലോ. നോക്കി, ഇങ്ങനെയാണ് ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ടേംസ് തന്നേക്കും. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ്. അപ്പോൾ ഫോഴ്സ് അതിനെ എഫ് എന്ന് വിളിച്ചു. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ മാസ്. അപ്പോൾ ഫോഴ്സ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, അത് മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യും. എങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രിപിറ്റൽ ഫോഴ്സിനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ വേരിയബിൾസ് ലെറ്റേഴ്സ് മിക്കവാറും അവർ തന്നെ തരും. തരാത്ത കേസ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, സെൻട്രിപിറ്റൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യും. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, മാസിനെ. അപ്പോൾ സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് ഇവിടെ മാസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്മോൾ എം കൊടുക്കുക. വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഒരു കാര്യം അസ്യൂം ചെയ്യുകയാണ്, ഇതിൻ്റെ ഏതോ ഒരു പവറിനെ അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെയോ സ്ക്വയർ റൂട്ടോ ഡിവിഷനെയോ ആണ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്കറിയില്ല. സോ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, പവറുകളായിട്ട് എമ്മിൻ്റെ പവറായിട്ട് എ,
ബിയുടെ പവറായിട്ട് ബി, ആറിൻ്റെ പവറായിട്ട് സി നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ചെയ്യുമല്ലോ? ഓക്കെ. അടുത്ത ജോലി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇവിടുത്തെ കേസിൽ സെൻട്രിപിറ്റൽ ഫോഴ്സാണ്. ഫോഴ്സ് മാസിനെയും വെലോസിറ്റിയെയും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യും. എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് അറിയില്ല. ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കലാണ് അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഡയമെൻഷൻസ് വേണം. അപ്പോൾ തന്നിട്ടുള്ള ഓരോ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് നമ്മൾ എടുത്ത് എഴുതണം. എഫ് എന്ന് വെച്ചാൽ സെൻട്രിപിറ്റൽ ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എം എൽ ടി റൈസ് ടു -2 ആണെന്ത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ്. അപ്പോൾ ഡയമെൻഷൻസ് അറിയില്ലെങ്കിൽ ഈ ചോദ്യം അവിടെ വെച്ച് തന്നെ സ്കിപ്പ് അടിക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ആണെന്നും മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണെന്നും നമുക്ക്. അടുത്ത് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടേതാണെങ്കിലോ എൽ ടി റൈസ് ടു -1 ആണെന്ത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയും. പിന്നെ ഉള്ളത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ അളക്കുന്ന ലെങ്ത് അല്ലേ, അപ്പോൾ ലെങ്ത് ആണ് അവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ ഇടത്തും വലത്തുള്ള ഡയമെൻഷൻസ് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇത് ഓരോന്നും എടുത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്യാതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ എഫിന് വരെ നമ്മൾ എന്തെടുത്ത് എഴുതും? നമ്മൾ എം എൽ ടി റൈസ് ടു -2 എന്ന് എഴുതും. അപ്പോൾ ഇത് പ്രപ്പോർഷണൽ ആണെന്ന് കാണിക്കും. ആർക്ക് പ്രപ്പോർഷണൽ? ആദ്യം എമ്മിന് പ്രപ്പോർഷൻ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാണുന്ന എമ്മിൻ്റെ ഡയമെൻഷനാണ് ഇതാ ഈ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പവറുണ്ട്. ആ പവർ നമ്മൾ കൊടുക്കണം. അതായത് ഇവിടുത്തെ കേസിൽ എം എന്ന് നമ്മൾ എഴുതുന്നു, എം ഡയമെൻഷൻ ആണെന്ന് കാണിക്കുന്നു. അതിൻ്റെ മുകളിൽ എ എന്ന പവർ ഉള്ളത് നമ്മൾ കൊടുക്കണം. അടുത്ത് വെലോസിറ്റിക്ക് വരെ നമ്മൾ എൽ ടി റൈസ് ടു -1 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ മൊത്തം പവറായിട്ട് ബി എന്ന് കൊടുക്കണം. അടുത്ത് ഈ പറയുന്ന റേഡിയസിൻ്റെ ഡയമെൻഷൻ എല്ലാണ്, അതിൻ്റെ പവറായിട്ട് സി എന്ന് കൊടുക്കണം. ഇനി മാത്സ് ആണ്. ഇനി ഫിസിക്സ് അവിടെ അവസാനിച്ചു. ഇനി മാത്സ് ആണ്. അപ്പോൾ ഒരു ബ്രാക്കറ്റിൻ്റെ മുകളിൽ കിടന്നാൽ പവറിനെ അകത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുന്നു. എം എൽ ടി റൈസ് ടു -2 അതേപടി നമ്മൾ അങ്ങോട്ട് എഴുതുന്നു. ഈ എമ്മിനെ ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവരുമ്പോൾ അത് എം റൈസ് ടു എ ആകുന്നു. എല്ലിലും ടി റൈസ് ടു -1 കൊടുക്കുമ്പോൾ എന്ത് വരും? എൽ റൈസ് ടു ബി ടി റൈസ് ടു -1 ഇൻറ്റു ബി -b. അറിയാമല്ലോ, ഉദ്ദേശം മനസ്സിലായല്ലോ. എക്സ് റൈസ് ടു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എ എന്ന് എഴുതി കൂടെ? അല്ലെങ്കിൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടി. ഇപ്പോൾ എക്സ് ഇൻറ്റു വൈ ദ ഹോൾ റൈസ് ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് നമുക്ക് എക്സ് റൈസ് ടു ബി ഇൻറ്റു വൈ റൈസ് ടു ബി എന്ന് എഴുതി കൂടെ? അതാണ് ബ്രാക്കറ്റിനകത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ എടുത്തു അല്ലേ. അപ്പോൾ ഈ -1 ഇൻറ്റു ബി -b. അടുത്ത് മൂന്നാമത്തെ എന്താണ്? എല്ലിൻ്റെ പവർ സി. ഇനി അടുത്ത ജോലി എന്താണ്? ഇവിടെ ഒരേപോലത്തെ ടേംസിനെ ഒരുമിച്ച് എടുക്കുക. അതായത് ഈ എമ്മും എല്ലും ടി റൈസ് ടു -2 മാറ്റമൊന്നുമില്ല, അതുപോലെ കിടക്കട്ടെ. പ്രപ്പോർഷണാലിറ്റിക്ക് മാറ്റമില്ല. ഇവിടെ എം എന്ന ടേം ഒന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആ എം എടുത്ത് എഴുതി പവറായിട്ട് എ എന്ന് കൊടുത്തു. അടുത്ത് എല്ല് നോക്കിയാൽ എൽ റൈസ് ടു ബിയും ഉണ്ട്, എൽ റൈസ് ടു സിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ് റൈസ് ടു എ പ്ലസ് ബി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താണ്? എൽ റൈസ് ടു ബി ഇൻറ്റു എൽ റൈസ് ടു സി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? എൽ റൈസ് ടു ബി പ്ലസ് സി എന്ന് പറയും. അടുത്ത് ഈ പറയുന്ന മൂന്നാമത്തേത് ഞാൻ എൽ എന്ന് കൊടുത്തു. ഓക്കെ, എന്ത് കൊടുത്തു? എൽ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടുത്തതിന് വരുന്ന ഏതാണ്? ടി റൈസ് ടു -b. ടി റൈസ് ടു -b ആണ് ബാക്കി വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ബാക്കി ഉള്ളത് ഇങ്ങോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും പവറുകളെ ഇക്വേറ്റ് ചെയ്യുക. സെയിം ടേംസിൻ്റെ പവറിനെ ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇവിടെ എമ്മിൻ്റെ പവർ 1, എല്ലിൻ്റെ പവർ 1, ടിയുടെ പവർ -2 എന്നാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ എമ്മിൻ്റെ പവർ 1, അതിനാരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? നമുക്ക് എയുമായിട്ട് ഇക്വേറ്റ് ചെയ്തുകൂടെ? ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് എഴുതി കൂടെ അതിൽ നിന്നും എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ആണെന്ന് എഴുതാം. അടുത്ത് നോക്കുക, ബി പ്ലസ് സിയുടെ വാല്യൂ 1 ആണ്. ഇക്വേഷനായിട്ട് എഴുതി വെച്ചു, പിന്നെ സോൾവ് ചെയ്യാം. ബി പ്ലസ് സിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. കാരണം എന്താ? എല്ലിൻ്റെ പവർ ഇവിടെ 1 ആണ്, അപ്പുറത്ത് ബി പ്ലസ് സി ആണ്. അപ്പോൾ രണ്ടിൻ്റെയും പവർ ഈക്വൽ ആവണം എന്നല്ലാണല്ലോ ഹോമോജനിറ്റി പറയുന്നത്. അപ്പോൾ ബി പ്ലസ് സിയുടെ വാല്യൂ 1 തന്നെയാണ് വരാൻ പാടുള്ളൂ. അടുത്ത് ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടിയുടെ വാല്യൂ, അപ്പോൾ ഈ പറഞ്ഞ ടിയുടെ വാല്യൂ അടുത്ത് എല്ലായിടത്തും ഉള്ളത് ഏതാണ്? നമുക്കറിയാം -b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എന്തിന് ഈക്വലാണ്? അത് -2 ഈക്വലാണ് അല്ലേ? ആലോചിച്ച് നോക്കി. -b എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? -2 ഈക്വലാണ്. അപ്പോൾ അതിൽ നിന്ന് ബിയുടെ വാല്യൂ എത്രയായിരിക്കും?
എയുടെ വാല്യൂ എത്രയ്ക്ക് മൈനസ് വെട്ടിപ്പോയി ബിയുടെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി 1, ബിയുടെ വാല്യൂ കിട്ടി 2, സിയുടെ വാല്യൂ അറിയില്ല. പക്ഷെ നമുക്ക് എന്തറിയാം? ബി അറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കാം, ഈ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കാം, ഇതിനെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടിയ കാര്യത്തിനകത്ത് രണ്ടിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ബി പ്ലസ് സി ആണ് 1 എന്ന് പറയും. ബിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 പ്ലസ് സി ഇസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 മൈനസ് 2. അപ്പോൾ സിയുടെ വാല്യൂ എന്തായിരിക്കും? -1 എന്നായിരിക്കും. സിയുടെ വാല്യൂ കിട്ടും. സിയുടെ വാല്യൂ എത്രയാണ്? -1. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ കിട്ടിയ വാല്യൂസ് ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുക. ഈ കിട്ടിയ വാല്യൂസ് ഇക്വേഷനിലോട്ട് കൊടുക്കുക. എങ്ങനെ കൊടുക്കാം നമുക്ക് ശ്രദ്ധിച്ചേ നോക്കൂ. എഫ് ഈസ് പ്രപ്പോർഷണൽ ടു എം റൈസ് ടു എ എന്ന് വെച്ചാൽ 1. അപ്പോൾ എം റൈസ് ടു 1. അടുത്ത് വി റൈസ് ടു ബി എന്ന് വെച്ചാൽ എത്ര? ബി റൈസ് ടു ബി എന്ന് വെച്ചാൽ സ്ക്വയർ ബൈ അടുത്ത് ആർ റൈസ് ടു സി എന്ന് വെച്ചാൽ എത്രയാ? -1. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എടാ നോക്ക്, എഫ് ഈസ് പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സോ ഇത് നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നു കെ ഇൻറ്റു എടാ എം അതുപോലെ എടുത്ത് എഴുതാം എം. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ എം കൊടുക്കണമെന്നില്ല, സ്മോൾ മാസ് കൊടുത്തു. ഇവിടെ ക്യാപിറ്റൽ ആണ് കൊടുക്കേണ്ടത്, എം കൊടുത്തു. ഡയമെൻഷൻ അല്ലല്ലോ എഴുതുന്നത്, വാല്യൂ അല്ലേ എഴുതുന്നത്. അപ്പോൾ എം വി സ്ക്വയർ ആർ റൈസ് ടു -1 എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം ആർ റൈസ് ടു -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അത് 1/r എന്നാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്കായിട്ട് ഇവിടെ ആർ റൈസ് ടു -1 എന്ന് എഴുതുന്ന പകരം 1/r എന്ന് എഴുതാം. സോ നമുക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ ബൈ ആർ. അങ്ങനെ നമ്മൾ പുതിയൊരു ഇക്വേഷനോടെ എന്ത് ചെയ്തു? കണ്ടെത്തി. അയ്യോ ഇതെന്തൊരു പാടല്ലേ, അങ്ങനെ തോന്നുന്നുണ്ട്. ആദ്യം കേൾക്കുന്നതുകൊണ്ടാണ്. 1-2 ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? പുതിയൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? നമ്മൾ ആദ്യം തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ റിലേഷൻഷിപ്പ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. അടുത്ത് തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് എടുത്ത് എഴുതുക, രണ്ടാമത്തെ സ്റ്റെപ്പ്. 3 ഈ പറയുന്ന തന്നിട്ടുള്ള വാല്യൂസിൻ്റെ ഡയമെൻഷൻ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ മുകളിൽ കാണുന്ന പവറുകളുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ പവർ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇച്ചിരി കൂടി ബുദ്ധിമുട്ട് അല്ലേ? ഇക്വേഷൻസ് ഒക്കെ എടുത്ത് റീഅറേഞ്ച് ഒക്കെ ചെയ്യണം. അത് നമ്മുടെ ലോജിക്കാണ്, നമ്മൾ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ, പ്രാക്ടീസിലൂടെ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയ വാല്യൂസ് ഇതിലോട്ട് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉത്തരമായി. വേണമെങ്കിൽ എന്നല്ല, നമ്മളതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഭംഗിയുള്ള ഓർഡറിലോട്ടാക്കി ഒന്ന് എഴുതണം. ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? റെഡിയല്ലേ? അടുത്ത ചോദ്യം നോക്കിയാലോ. ചോദ്യം, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അത് വെച്ചുകൊണ്ട് ചോദ്യം, എ പ്ലാനറ്റ് മൂവ്സ് അറൗണ്ട് ദ സൺ ഇൻ നിയർലി സർക്കുലർ ഓർബിറ്റ്. ഒരു പ്ലാനറ്റ് സൂര്യന് ചുറ്റും സർക്കുലർ ഓർബിറ്റിൽ പോകുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ പീരീഡ് ഡിപ്പെൻഡ് ഓൺ, അപ്പോൾ പീരീഡ് ആണ് തന്നിട്ടുള്ള ഒന്നാമത്തെ ടേം. ഇതിൻ്റെ ഡിപ്പെൻഡൻസി ആണ് തന്നിട്ടുള്ള. ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? റേഡിയസിന് ഡിപ്പെൻഡ് ചെയ്യും, മാസ് ഓഫ് ദ സണ്ണിന് ഡിപ്പെൻഡ് ചെയ്യും, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് ടൈം പീരീഡ് ഓഫ് ദ പ്ലാനറ്റ് യൂസിങ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ നമുക്കറിയാം പീരീഡാണ്. പീരീഡിന് നമ്മുടെ ബാക്കി എല്ലാവർക്കും ലെറ്റർ തന്നിട്ടുണ്ട്, പീരീഡിന് ലെറ്റർ തന്നിട്ടില്ല. സോ പീരീഡിന് നമ്മൾ ടി എന്ന് വിളിക്കും. അതുകൊണ്ട് നമ്മൾ റിലേഷൻ എഴുതാൻ പോവുകയാണ്. ടി എന്ന് പറയുന്ന ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ആണ് ആർക്കൊക്കെ? റേഡിയസിന്. അപ്പോൾ നമ്മൾ റേഡിയസിന് വരെ നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ R എന്ന് കൊടുക്കും. അടുത്ത് മാസ് ഓഫ് ദ സണ്ണ്, അപ്പോൾ M എന്ന് കൊടുക്കും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അതിന് G എന്ന് കൊടുക്കും. എന്നിട്ട് ഓരോരുത്തർക്കും നമ്മളൊരു അസ്യൂം ചെയ്ത പവർ കൊടുക്കും, A, B, C. അടുത്ത ജോലി എന്താ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഫസ്റ്റ് ജോലി കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഇവർ ഓരോരുത്തരുടെയും ഡയമെൻഷൻ എടുക്കണം. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡാണ്. ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് ടി എന്ന് തന്നെയാണ്. നിങ്ങൾക്കറിയാം ടൈം പീരീഡ് ഡയമെൻഷൻ എന്താണ്? ടി എന്ന് തന്നെയാണ്. അടുത്ത് വരുന്നത് എന്താണ്? റേഡിയസ് ആണ്. റേഡിയസിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ അറിയാം, റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്ത് ആണ്. സോ റേഡിയസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ അവിടെ നമ്മൾ അളക്കുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാസ് ആണ്. ജി എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എം റൈസ് ടു -1, എൽ റൈസ് ടു 3, ടി റൈസ് ടു -2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചു? ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കിത് ഡിറൈവ് ചെയ്ത് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ഡിറൈവ് ചെയ്യണം. എങ്ങനെ ഡിറൈവ് ചെയ്യണം? നമുക്കറിയാം ഡിറൈവ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G, ക്യാപിറ്റൽ M, സ്മോൾ m ബൈ D സ്ക്വയർ.
ഇതിൽ നിന്നും നിങ്ങൾക്ക് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ എം എം എന്നെടുക്കാം. അതിൽ എഫിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റൈസ് ടു -2 ആണ്. ഡി എന്ന് വെച്ചാൽ എൽ ആണ്, അപ്പോൾ എല്ലിൻ്റെ സ്ക്വയർ ആണ്. ബൈ എന്താണ്? എം എ ഇൻറ്റു എം എന്ന് എടുക്കാം. അപ്പോൾ എം ഇൻറ്റു എം സ്ക്വയർ എന്ന് എടുക്കുക. എം സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും സ്ക്വയർ എം വെട്ടി പോകുമ്പോൾ പിന്നെ എം റൈസ് ടു -1 വരും. അടുത്ത എല്ലും എൽ സ്ക്വയറും കൂടി ചേർന്നിട്ട് നമുക്ക് എൽ ക്യൂബ് എന്ന് വരും. ടിയുടെ -2 തന്നെ ഉള്ളൂ അല്ലേ? അപ്പോൾ ടി റൈസ് ടു -2 എന്ന് വരും. കണ്ടോ? എം റൈസ് ടു -1, എൽ റൈസ് ടു 3, ടി റൈസ് ടു -2. ഇങ്ങനെ കണ്ടുപിടിക്കും. ഇത് മുന്നത്തെ ക്ലാസ് പഠിപ്പിച്ചു തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അറിയില്ലെങ്കിൽ അവിടെ നിന്ന് എഴുതി കണ്ടുപിടിക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഡയമെൻഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജോലി എന്താണ്? ഇത് ഓരോന്നും എടുത്ത് ഈ ഇക്വേഷനോട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടൈമിന് വരെ നമ്മൾ ടി എന്ന് ഡയമെൻഷൻ കൊടുത്തു, പ്രൊപ്പോർഷണാലിറ്റി കൊടുത്തു. ആറിന് വരെ നമ്മൾ എന്ത് കൊടുത്തു? എൽ എന്ന ഡയമെൻഷൻ കൊടുത്തു. അതിൻ്റെ പവറായിട്ട് എ എന്ന് എഴുതണം. അടുത്ത് എമ്മിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം തന്നെയാണ്. അതിൻ്റെ പവറായിട്ട് ബി എന്ന് കൊടുക്കണം. അടുത്ത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് പവറായിട്ട് എം റൈസ് ടു -1, എൽ ക്യൂബ്, ടി റൈസ് ടു -2, ദ ഹോൾ റൈസ് ടു സി എന്നും കൊടുക്കണം. പ്രൊപ്പോർഷണാലിറ്റി ആദ്യം ഇടതുവശത്ത് ടി മാത്രമല്ലേ, അപ്പോൾ ടി ഇവിടെ കിടന്നോട്ടെ. ബ്രാക്കറ്റിനകത്തേക്ക് ഓരോ ടൈമിനെ കൊണ്ടുവരാം. എൽ റൈസ് ടു എ, എം റൈസ് ടു ബി, എം റൈസ് ടു -c, എൽ റൈസ് ടു 3c, ടി റൈസ് ടു -2c എന്ന് വരും. അടുത്ത ജോലി എന്താണ്? റീഅറേഞ്ച്മെൻ്റ് ആണ്. സോ പ്രൊപ്പോർഷണാലിറ്റി അതുപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നത്, നമുക്ക് ഏത് ടേമാണ് കൊടുക്കുക? ഇവിടെ എല്ലല്ലേ കിടക്കുന്നത്, എൽ എടുക്കാം. എൽ എ ഉണ്ട്, എൽ റൈസ് ടു എയും ഉണ്ട്, എൽ റൈസ് ടു 3c ഉണ്ട്, എൽ റൈസ് ടു എയും ഉണ്ട്, എൽ റൈസ് ടു 3c ഉണ്ട്. നമുക്കറിയാം എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ രണ്ട് പവറുകൾ നമ്മൾ ആഡ് ചെയ്യണം. എൽ റൈസ് ടു എ പ്ലസ് 3c എന്ന് വരും അല്ലേ? അപ്പോൾ എല്ലിൻ്റെ പവർ എന്തായിട്ട് വരും? എൽ റൈസ് ടു എ പ്ലസ് ഈ പറയുന്ന 3c എന്ന് വരും. ഓക്കെ, അടുത്ത് എമ്മിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എം റൈസ് ടു ബിയും ഉണ്ട്, എം റൈസ് ടു -c ഉണ്ട്. അപ്പോൾ ബി -c എന്ന് വരും. എന്ത് വരും? ബി -c എന്ന് വരും. അടുത്ത് ടിയുടെ പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടി ഇവിടെ ഒരൊറ്റ ടേമേ ഉള്ളൂ. എന്താണ്? -2c, ടി റൈസ് ടു -2c. ഇത് ആർക്ക് ഈക്വലാണ്? ടിക്ക് ഈക്വലാണ്. ഇനി അടുത്ത ജോലി എന്താ? പവറുകളെ ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം ടി മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? എമ്മിൻ്റെ പവർ 0 ആയിരിക്കും, എല്ലിൻ്റെ പവർ 0 ആയിരിക്കും, ടിയുടെ പവർ 1 ആയിരിക്കും. അങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്. ഇതെങ്ങനെ മനസ്സിലായി? ഡയമെൻഷൻ എഴുതിയപ്പോൾ മനസ്സിലായി. നമ്മൾ സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ബാക്കി ഈ 0 എഴുതാറില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ 1 ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അതിലെടുത്ത് എഴുതണം. ഈ ഒരു സമയത്ത് പ്രൊപ്പോർഷണാലിറ്റി കൊടുക്കും. എൽ റൈസ് ടു എ പ്ലസ് 3c, എം റൈസ് ടു ബി -c, ടി റൈസ് ടു -2c. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ 3 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നോക്കിയേ, എ പ്ലസ് 3c ഇസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് ഇവിടുന്ന് എഴുതാമോ? എഴുതിക്കൂടെ? എഴുതാം. എമ്മിൻ്റെ പവർ 0, ഇവിടെ ഇവിടെ എമ്മിൻ്റെ പവർ 0, ഇവിടെ എമ്മിൻ്റെ പവർ എന്താണ്? ബി -c. അപ്പോൾ എനിക്ക് എടുത്ത് എഴുതിക്കൂടെ? അതുപോലെ എല്ലിൻ്റെ പവർ 0, എല്ലിൻ്റെ പവർ എ പ്ലസ് 3c. അപ്പോൾ ആദ്യത്തെ ഈ ഇക്വേഷൻ എഴുതാം. എ പ്ലസ് 3c ഇസ് ഈക്വൽ ടു 0, ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്ത രണ്ടാമത്തെ എമ്മിൻ്റെത് എന്താണ്? ബി -c ഈസ് ഈക്വൽ ടു 0. അടുത്ത ടിയുടെ എന്താണ്? -2c ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. ഇതിൽ നിന്ന് ആദ്യം സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചുകൂടെ? c ഈസ് ഈക്വൽ ടു 1 ബൈ -2. അതായത് സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? -1/2 എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി -1/2. ആ സിയുടെ വാല്യൂ എടുത്ത് ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷന് കൊടുത്തൂടെ? എനിക്ക്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ബി മൈനസ് സിയുടെ വാല്യൂ എന്താണ്? -1/2 ഇസ് ഈക്വൽ ടു 0. അതായത് ബി പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്നും ബി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതും -1/2 എന്ന് വരും. ബിയുടെ വാല്യൂ എന്ത് വരും? -1/2 എന്ന് വരും. അടുത്ത് ഈ സിയുടെ വാല്യൂ എടുത്ത് എനിക്ക് ഒന്നാമത്തെ ഇക്വേഷന് കൊടുത്തൂടെ? കൊടുക്കാം. ഒന്നാമത്തെ ഇക്വേഷന് കൊടുക്കുമ്പോൾ എന്ത് വരും? എ പ്ലസ് 3 ഇൻറ്റു സിക്ക് വരെ എന്താണ്? -1/2 ഈസ് ഈക്വൽ ടു 0. അതായത് എ -3/2 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൽ നിന്നും എയുടെ വാല്യൂ എന്തായിരിക്കും? +3/2 എന്ന് വരും.
3/2 എന്ന് വരും. എയുടെ വാല്യൂ എന്ത് വരും? 3/2. ബിയുടെ വാല്യൂ എന്ത് വരും? -1/2. സിയുടെ വാല്യൂ എന്ത് വരും? -1/2 എന്ന് വരും. ഓക്കെ. അപ്പോൾ അടുത്ത ജോലി എന്താ? എയും ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ അതിനെടുത്ത് ഈ ഇക്വേഷനിലോട്ട് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഈ ഇക്വേഷനിലോട്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ എന്തായിരുന്നു? ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? r⁻a m⁻b അതുപോലെ മൂന്നാമത്തത് g⁻c എന്നായിരുന്നു. അപ്പോൾ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ആണെങ്കിൽ പ്രൊപ്പോർഷണൽ മറ്റേ കോൺസ്റ്റന്റ് കൊണ്ടുവരാം, കെ എന്ന കോൺസ്റ്റന്റ് കൊണ്ടുവരാം, ഇൻറ്റു r⁻a എത്രയാടാ? 3/2 m⁻1/2 അടുത്ത് g⁻-1/2. അയ്യോ, നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് മറ്റൊരു കാര്യം ഉപയോഗിക്കുക. അതായത് ഇവിടെ താഴത്തെ ടേം എടുത്തേ, r⁻3/2 എന്ന്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ r⁻3 1/2 എന്നെടുത്ത് എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാം. m⁻-1/2 ആണ്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ m⁻1 1/2 എന്ന് എടുക്കാം. വേണ്ട, മൈനസ് വേണ്ട അല്ലേ? എന്താണ്? -1/2 എന്ന് എടുക്കാം. m⁻1 എന്താണ്? -1/2. ഓക്കെ. എന്നെനിക്ക് എടുത്തൂടെ? എടുക്കാമല്ലോ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ജിയെയും ഇതുപോലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞ 3 ടേമിൽ നിന്ന് ഇതിൽ നിന്നും ഒരു 1/2 പുറത്തെടുത്താൽ എന്നിട്ടൊന്ന് എഴുതുകയാണ്. എങ്ങനെയാണെന്ന് നോക്കിയോ. T is equal to K into r⁻3 m⁻, എന്തെടുക്കാം? m⁻-1, ഇവിടെ മൈനസ് വേണ്ട അല്ലേ? ഈ മൈനസ് അകത്ത് ഇടുന്നുണ്ട്. -1 അടുത്ത് g⁻-1 1/2 എന്ന് എനിക്ക് എടുത്ത് എഴുതാമോ? എഴുതിക്കൂടെ? എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. നോക്കടാ, x⁻a b എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? x⁻a × b എന്ന് എടുക്കും. ഇവിടെ നമ്മൾ തിരിച്ചു ചെയ്തു. ഇവിടെ ഈ പറയുന്ന 3 × 1/2 ആണ് എന്തെന്ന് പറയുന്നത്? 3/2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1/2 ഞാനിവിടെ b ആയിട്ട് സങ്കല്പിച്ച് പവർ ആക്കിയെടുത്ത് എഴുതി. ഈ 3 അകത്തിട്ടു. അപ്പോൾ എന്ത് വരും? x⁻3 1/2. പിടികിട്ടിയോ? ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ്റെ ഫോമിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. T is equal to K into, നോക്കടാ, r³ അതുപോലെ എഴുതാം. ഈ m⁻-1 g⁻-1 ബൈ m × g എന്നെടുത്ത് എഴുതാമെന്നുള്ളത് തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലായി. ഇതിന് whole⁻1/2 ആണ്. എടാ, ഒരു whole⁻1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റൂട്ട് എന്നല്ലേ? എടാ, ഒരു ടേമിൻ്റെ whole⁻2 എന്ന് വെച്ചാൽ സ്ക്വയർ. അപ്പോൾ 1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റൂട്ട് എന്നാണ്. സോ ഇവിടെ ടിയുടെ ഇക്വേഷൻ എന്ത് വരും? T is equal to K into r³ m × g എന്ന് വരും. ഇതാണ് എന്തെന്ന് പറഞ്ഞത്? ഇതാണ് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. T is equal to K into √r³ g × m അല്ലെങ്കിൽ m × g. തെറ്റാണോ? ഇങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത് ഈ റീഅറേഞ്ച്മെൻറ്റിനാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് കിട്ടി തുടങ്ങും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ചോദ്യം. ഫിസിക്സ് കഴിഞ്ഞ കൊല്ലമേ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഫിസിക്സ് നമ്മൾ എടുക്കുമ്പോൾ നോക്കിയെടുക്കണം, കുറേ പഠിക്കാനുണ്ടെന്ന് ഇപ്പോൾ പിടിയിട്ട് കാണും. ഓക്കെ, എന്നാലും ഇത് സിമ്പിളാണ് കേട്ടോ. നമുക്കിത് ആദ്യം കാണുമ്പോൾ തോന്നുന്നേ ഉള്ളൂ. ഇത് റീഅറേഞ്ച് ചെയ്ത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, അടുത്ത് കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിങ് എ ബോബ്. അന്ന് പബ്ലിക് എക്സാമിന് ചോദിച്ചപ്പോൾ എ പാർട്ടായിരുന്നു ഈ ചോദ്യം. അന്ന് ചോദ്യമായിട്ട് നമുക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ചോദ്യം നോക്കിയേ. കൺസിഡർ എ സിമ്പിൾ പെൻഡുലം ഹാവിങ് എ ബോബ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിംഗ് ദാറ്റ് ഓസിലേറ്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. സപ്പോസ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സിമ്പിൾ പെൻഡുലം. അപ്പോൾ പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ്, നമുക്കതിനെ ടി എന്ന് വിളിക്കാം. ഡിപ്പെൻഡ് ഓൺ ദ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ടി ഈസ് പ്രപ്പോർഷണൽ ടു LmG എന്ന് എടുക്കാം. ടി ഈസ് പ്രപ്പോർഷണൽ ടു LmG എന്ന് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ടി ഈസ് LmG എന്ന് എടുക്കാതെ തന്നെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി എഴുതാം. ടി ഈസ് പ്രപ്പോർഷണൽ ടു m × L × G എന്ന് എടുക്കാം. എങ്ങനെ എടുത്താലും തെറ്റൊന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അടുത്ത A, B, C 3 പവർ നമ്മൾ കൊടുത്തു. നമ്മൾ ബേസിക് റിലേഷൻ ഇക്വേഷൻ ഉണ്ടാക്കി. അടുത്ത ജോലി എന്താ? ഡയമെൻഷൻ എടുക്കുക. ടി എന്ന് വെച്ചാൽ എന്താണ്? ടൈം പീരീഡ് ആണ്. അപ്പോൾ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടി തന്നെ. ഓക്കെ, അടുത്ത
എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാസാണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എം തന്നെയാണ്. അടുത്ത് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എൽ തന്നെയാണ്. ജി എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ എൽ ടി റൈസ് ടു -2 ആണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതും കിട്ടി. അങ്ങോട്ട് എന്ത് ചെയ്യുക? എടുത്ത് കൊടുക്കുക. ടിക്ക് വരെ നമ്മൾ ടി എന്ന് കൊടുത്തു. ടിക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? ടി എന്ന് കൊടുത്തു. പ്രൊപ്പോർഷണാലിറ്റി കൊടുത്തു. എമ്മിന് വരെ നമ്മൾ എന്ത് കൊടുത്തു? എം തന്നെ കൊടുത്തു. പവറായിട്ട് എന്ത് കൊടുത്തു? എ കൊടുത്തു. അടുത്ത് എല്ലിന് വരെ നമ്മൾ എല്ല് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പവറായിട്ട് ബി കൊടുത്തു. അടുത്ത് ഈ പറയുന്ന ജിക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? എൽ ടി റൈസ് ടു -2 എന്ന് കൊടുത്തു. അതിൻ്റെ പവറായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? സി എന്ന് കൊടുത്തു. ഇനി അടുത്ത പരിപാടി എന്താണ്? റീഅറേഞ്ച് ചെയ്യുക. ബ്രാക്കറ്റിനകത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, എൽ റൈസ് ടു സി, ടി റൈസ് ടു -2c. മനസ്സിലായി കാണുമല്ലോ. അകത്തോട്ട് കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എമ്മിൻ്റെ പവറായിട്ട് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എം റൈസ് ടു എ. എല്ലിൻ്റെ പവറായിട്ട് ബിയും സിയും ഉണ്ട്. അപ്പോൾ എൽ റൈസ് ടു ബി പ്ലസ് സി. ടിയുടെ പവറായിട്ട് എന്താ ഉള്ളത്? -2c ആണുള്ളത്. ഇവിടെ ആണെങ്കിലോ M0, L0, ടി റൈസ് ടു 1. അപ്പോൾ അടുത്ത് നമുക്ക് റീഅറേഞ്ച് ചെയ്തുകൂടെ? ഇതിനെ റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? എമ്മിൻ്റെ പവർ എയുടെ എ ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്തെന്ന് വരും? 0 എന്ന് വരും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും അല്ലേ? പവർ കമ്പയർ ചെയ്ത് എമ്മിൻ്റെ പവർ ഇവിടെ 0, ഇവിടെ ആണെങ്കിലോ എ. അപ്പോൾ എം ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എന്താണ്? എ ഈസ് ഈക്വൽ ടു 0. അടുത്ത് രണ്ടാമത്തെ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 അല്ലേ? ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. അടുത്ത് -2c ഇസ് ഈക്വൽ ടു 1 എന്നും വരും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ കിട്ടി. എ ഇസ് ഈക്വൽ ടു 0. അടുത്ത് നോക്കിയേ. സിയുടെ വാല്യൂവും കിട്ടും അല്ലേ? അപ്പോൾ -2c ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ സി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/2. മൈനസ് അപ്പുറം പോവും. അപ്പോൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? -1/2 എന്ന് വരും. സിയുടെ വാല്യൂ എന്ത് വരും? -1/2 എന്ന് വരും. അപ്പോൾ നമുക്ക് എ കിട്ടി, സി കിട്ടി. അടുത്ത് എന്താണ്? ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ സിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ബി പ്ലസ് -1/2 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? -1/2 അപ്പുറത്ത് പോകുമ്പോൾ 1/2. ബിയുടെ വാല്യൂ എന്ത് വരും? 1/2 എന്ന് വരും. അപ്പോൾ എയും ബിയും സിയും കിട്ടി. അതടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ടി. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് കോൺസ്റ്റന്റ് കെ കൊണ്ടുവരുന്നു. മാസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എ ആണ്. അത് എത്രയാണ്? അത് 0 ആണ്. അടുത്ത് ലെങ്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. ബി എത്രയാണ്? 1/2 ആണ്. അടുത്ത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് പവർ സി ആണ്. സി യു എത്രയാണ്? -1/2 ആണ്. അപ്പോൾ നമുക്കറിയാം. നോക്കിയേ എമ്മിൻ്റെ വാല്യൂ അപ്പോൾ ഇല്ല. അപ്പോൾ ഈ എം റൈസ് ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം 1 ആണ്. അപ്പോൾ ടിയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കെ ഇൻറ്റു നോക്കടാ, രണ്ടിടത്തും 1/2. രണ്ടിടത്തും 1/2. അപ്പോൾ നമുക്കറിയാം പവർ 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? റൂട്ട് എന്നാണ്. അപ്പോൾ രണ്ടിടത്തു നിന്നും 1/2 കോമൺ ആയിട്ട് വേണമെങ്കിൽ എടുക്കുന്ന ഒരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതായത് ഇപ്പോൾ എൽ റൈസ് ടു ജി റൈസ് ടു -1, എൽ റൈസ് ടു 1 ദ ഹോൾ റൈസ് ടു എന്താണ്? 1/2 എന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ 1/2 വരെ റൂട്ട് കൊടുത്തു. എൽ റൈസ് ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ, ജി റൈസ് ടു -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ജി. സോ ടിയുടെ ഇക്വേഷൻ ആണ് എന്താണ്? ടി ഇസ് ഈക്വൽ ടു √(L/G), കെ ഇൻറ്റു √(L/G) എന്ന് വരും. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇക്വേഷനും കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. ഇത് കുറച്ച് വലിയൊരു ചോദ്യമാണ്. കുറച്ചധികം ഉണ്ട്. സമയമെടുത്ത് നമുക്ക് ചെയ്യാം. ചോദ്യം: എ ഗ്യാസ് ബബിൾ ഫ്രം ആൻ എക്സ്പ്ലോഷൻ അണ്ടർ വാട്ടർ ഓസിലേറ്റ് വിത്ത് എ പീരീഡ് ടി ദാറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു പി റൈസ് ടു എ, ഡി റൈസ് ടു ബി, ടി റൈസ് ടു സി, where P is static pressure, D is density, E is energy. Find the values of A, B and C. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. നമുക്കിവിടെ എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അതായത് ഇവിടെ നമ്മളെ ഈ ചെയ്യുന്ന സമയത്തെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ സംഭവം പിടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മിനിമം എ ബി സിയുടെ വാല്യൂ വരെയെങ്കിലും കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയായി. പിന്നെ ഈ റീഅറേഞ്ച്മെന്റ് ഈ 1/2 വരുമ്പോൾ റൂട്ട് ആവുന്നുള്ളതൊക്കെ വിത്ത് പ്രാക്ടീസ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ പേടിക്കരുത്. ഓക്കെ, ഇനി തന്നിട്ടുള്ള കാര്യം നമുക്ക് എടുക്കാം. അപ്പോൾ തന്നിട്ടുള്ള എന്താണ്? ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ആണ്. ആർക്കൊക്കെ? പി റൈസ് ടു എക്കും, ഡി റൈസ് ടു ബിക്കും, ഇ റൈസ് ടു സിക്കും പ്രപ്പോർഷണൽ ആണ്. അതിൽ ടി എന്ന് വെച്ചാൽ ടൈം പീരീഡ്.
അപ്പോൾ ഫസ്റ്റ് റിലേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അടുത്ത ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ടി എന്ന് തന്നെയാണ്. അടുത്ത പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രഷറാണ്, പ്രഷർ. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എം എൽ ടി m⁻⁻1 L സ്ക്വയർ ആണ് എന്ത്? പ്രഷറിൻ്റെ ഡയമെൻഷൻ. ആദ്യത്തെ ക്ലാസ് പഠിപ്പിച്ചതാണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ എന്താണ്? മാസ് ബൈ വോളിയം. അപ്പോൾ ml⁻³ അടുത്ത എനർജിയാണ് ഈ എനർജിയുടെ എന്താണ്? mL²T⁻². ഇതെല്ലാം ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അത് ഓർമ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫോർമുല വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ½ mv² എന്ന് വെച്ചോ mgh ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ എനർജിയൊക്കെ കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ പരിപാടിയാണ്. ശ്രദ്ധിച്ചാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് വലുതാണ്. അപ്പോൾ ടി നമ്മളെടുത്ത് എഴുതി ടി. ഓക്കെ, പ്രപ്പോർഷണാലിറ്റി കൊടുത്തു. പിക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? mL⁻⁻1 T² the whole raised to a into ഡിക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കും? mL⁻³ the whole raised to b. ഇക്ക് വരെ എന്ത് കൊടുക്കും? mL²T⁻² the whole raised to c. അപ്പോൾ ഇക്വേഷൻ വലുതാണ്, ശ്രദ്ധിച്ചെഴുതണം. എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയൊക്കെ മിസ്സായി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ശരി. അപ്പോൾ എം അകത്ത് എ വരുമ്പോൾ എന്ത് വരും? m⁻⁴. എല്ലിൻ്റെ അകത്ത് ഏത് വരുമ്പോൾ L⁻⁻a ആവും. ടി ആകുമ്പോഴോ T⁻²a എന്ന് വരും. അടുത്ത് ഇവിടെ എമ്മിൻ്റെ പവർ ബി ആണ്. അപ്പോൾ m⁻b L⁻⁻3b. അടുത്ത് ഇവിടെ മൂന്നാമത്തേലാകുമ്പോൾ m⁻c L⁻²c T⁻⁻2c എന്ന് വരും. ഇനി ഒരുമിച്ചെടുത്ത് എഴുതുക. എമ്മിൻ്റെ പവർ എന്തൊക്കെയുണ്ട്? 1, 2, 3. a + b + c. അപ്പോൾ m⁻⁴ + b + c. അടുത്ത് എല്ലിൻ്റെ പവർ നോക്കി. എല്ലിൻ്റെ പവർ എന്താ? -a. ഇവിടെ ആണെങ്കിലോ -3b + 2c. ടിയുടേതാണെങ്കിലോ 2a. ഇവിടെ ടി ഇല്ല, -2c എന്ന് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? മൂന്നിൻ്റെയും പവർ കിട്ടി. ഇവിടെ ആണെങ്കിൽ അർത്ഥം എന്താണ്? m0 L0 T⁻². ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് എഴുതുക. അപ്പോൾ എമ്മിൻ്റെ പവർ 0, ഇവിടെ a + b + c. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി നമുക്ക് a + b + c = 0 എന്ന് എടുത്ത് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ. അത് രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? -a -3b + 2c = 0. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അടുത്ത മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ഇക്വേഷൻ 2a - 2c = 1 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 3. മുന്നത്തെ ചോദ്യങ്ങൾ പോലെ ആദ്യമേ നമുക്കൊരു വേരിയബിൾ ഇവിടെ നിന്ന് കിട്ടിയില്ല. ഉണ്ടെങ്കിൽ അതെടുത്ത് മുകളിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വേരിയബിൾ കുറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇക്വേഷനാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 2a - 2c = 1. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനകത്തുനിന്ന് ഒരു -2നെ പുറത്തെടുത്താൽ പിന്നെ എന്ത് കിട്ടും? പിന്നെ നമുക്ക് a + c എന്ന് കിട്ടും. എന്ത് കിട്ടും? a + c എന്ന് കിട്ടും. എന്ത് കിട്ടും? a + c എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് a + c = 1/-2 എന്ന് എടുത്ത് എഴുതാമോ എഴുതാം. അതായത് നമുക്ക് കിട്ടി a + c-യുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/2. ഇനി ഇത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് a c ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെ a - c എന്നൊരു സാധനം ഇവിടെ ഇല്ല. പക്ഷേ a + c നമുക്ക് ഇവിടുന്ന് എടുത്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ a + cക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഡെലിബറേറ്റ് ആയിട്ടാണ് ഇവിടെ -2നെ പുറത്തെടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് വിത്ത് പ്രാക്ടീസേ കിട്ടത്തുള്ളൂ. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഉള്ള ഒരാളെ എടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന്. അങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്ക് a + c-യുടെ വാല്യൂ കിട്ടി. എന്ത് കിട്ടി? a + c-യുടെ വാല്യൂ കിട്ടി. ഈ a + c-യുടെ വാല്യൂ നമുക്ക് എടുത്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a + b + c-നെ എനിക്ക് a + c + b = 0 എന്ന് എടുത്ത് എഴുതാം. അല്ല, a + cക്ക് വരെ എനിക്ക് എന്ത് കൊടുക്കാം? ഈ ഇക്വേഷൻ്റെ വാല്യൂ കൊടുക്കാം. അതായത് -1/2 + b = 0. അപ്പോൾ ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ എന്തായിരിക്കും? -1/2 അപ്പുറത്ത് പോകുമ്പോൾ +1/2. അപ്പോൾ ബിയുടെ വാല്യൂ എനിക്ക് എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. അടുത്ത് എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് എയുടെ വാല്യൂ കിട്ടിയില്ല, എനിക്ക് ബി മാത്രമേ ഇപ്പോൾ കിട്ടിയുള്ളൂ. നമ്മുടെ ചോദ്യത്തിൽ എയുടെയും ബിയുടെയും സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബിയുടെ വാല്യൂ കിട്ടി.
സിയുടെ വാല്യൂ കിട്ടിയോ? ഇല്ല. എയുടെ വാല്യൂ കിട്ടിയോ? ഇല്ല. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു ഇവിടെയും എ ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും സി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മാത്രം ഒന്ന് എടുത്ത് എഴുതുകയാണ്. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അതുപോലെ മൈനസ് എ മൈനസ് 3b പ്ലസ് 2c ഇസ് ഈക്വൽ ടു 0. രണ്ട് ഇക്വേഷൻ നമ്മൾ പരസ്പരം ആഡ് ചെയ്യുക. എ പ്ലസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ആണെന്ന് നമുക്കറിയാം അല്ലേ? രണ്ടും കൂടി 0 ആണ്. അപ്പോൾ ഇവിടെ ആദ്യം 0. ഓക്കെ, അടുത്ത് ബി പ്ലസ് മൈനസ് 3b എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ബി മൈനസ് 3b ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ബിയിൽ നിന്നും ഒരു ബി ഇവിടെ ഉണ്ടല്ലോ, അതിൽ നിന്ന് 3b കൊടുക്കുമ്പോൾ പിന്നെ എന്ത് വരും? മൈനസ് 2b എന്ന് വരൂലേ? വരും. അടുത്ത് സി പ്ലസ് 2c എന്ത് വരും? പ്ലസ് 3c ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സിയുടെ വാല്യൂ നമുക്കറിയാം, ബിയുടെ വാല്യൂ അറിയാം. അപ്പോൾ ബിയുടെ വാല്യൂ നമ്മൾ കൊടുത്തു മൈനസ് 2 ഇൻറ്റു 1/2 വേണമെങ്കിൽ നമുക്ക് അതിന് മുമ്പ് ഒന്ന് അറേഞ്ച് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കി ഇവിടുന്ന് 3c ഇസ് ഈക്വൽ ടു എന്താണ്? 2b എന്ന് കിട്ടൂലേ? ഈ മൈനസ് 2b അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 2b ആവും. 3c ഇസ് ഈക്വൽ ടു 2b. അതിൽ നിന്ന് നമുക്ക് 3c ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ബിയുടെ വാല്യൂ എത്ര? 1/2. ഓക്കെ, അപ്പോൾ അടുത്ത് ഈ പറഞ്ഞ 3 ഇവിടെ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ വരും അല്ലേ? ഡിനോമിനേറ്റർ എന്ത് വരും? 3 വരും. അതായത് 3c ഇസ് ഈക്വൽ അല്ലെ വേണ്ട, ഇവിടുന്ന് 2 അങ്ങ് വെട്ടി പോവാം അല്ലേ? ഇവിടുന്ന് 2 വെട്ടി കളയുമ്പോൾ 1 എന്ന് കിട്ടി. അപ്പോൾ 3c ഇസ് ഈക്വൽ ടു 1. അതിൽ നിന്ന് c ഇസ് ഈക്വൽ ടു എന്താണ്? 1/3. സിയുടെ വാല്യൂ. സോ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി, അതുപോലെ എന്ത് കിട്ടി? നമുക്ക് ബിയുടെ വാല്യൂവും കിട്ടി. സോ നമ്മുടെ അടുത്ത ജോലി എന്താണ്? എയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഇവിടെ കിടപ്പുണ്ട് അല്ലേ? എ പ്ലസ് സി ഇസ് ഈക്വൽ ടു -1/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പ്ലസ് സി ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ അതിൽ നിന്നും എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? -1/2 മൈനസ് സി. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു -1/2 മൈനസ് എന്താണ്? 1/3 അല്ലേ? സിയുടെ വാല്യൂ 1/3 അല്ലേ? അതൊക്കെ എയുടെ വാല്യൂ എത്ര കിട്ടും? എ ഇസ് ഈക്വൽ ടു -1/2 മൈനസ് 1/3. അപ്പോൾ നമുക്ക് നോക്കി LCM നോക്കി. LCM എത്ര വരും? 3ന്റെ 2ന്റെ LCM 6 വരും. അപ്പോൾ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ -1/2 ഇൻറ്റു 6 മൈനസ് 1/3 ഇൻറ്റു 6/6. അപ്പോൾ നോക്കിയേ 2 3 ആവും അല്ലേ? അപ്പോൾ -3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരും? -3 മൈനസ് 2 -5/6 ആണ് നമ്മുടെ എയുടെ ഉത്തരം എന്ന് പറഞ്ഞത്. -5/6 ആണ് അതെന്ന് പറഞ്ഞത് എയുടെ ഉത്തരം എന്ന് പറഞ്ഞു. ഇതെന്താ ചെയ്തതെന്ന് അറിയാവോ? ഇവിടെ നമ്മൾ ഈ ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യേണ്ടി വന്ന് നമ്മൾ എന്ത് ചെയ്യണം? LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അതല്ലേ റൂള്? അപ്പോൾ 2ന്റെ 3ന്റെ LCM എത്രയാണ്? അത് 6 ആണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഈ LCM കൊണ്ട് ആദ്യം ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിൻ്റെ മൊത്തം ടേമിനെ ആ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/2 6 പോകുമ്പോഴത്തേക്ക് എത്ര? 3 ടൈംസ്. ഇവിടെ ആണെങ്കിലോ 2 ടൈംസ്. അപ്പോൾ -3 - 2/6 5/6 എന്ന് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കണ്ടോ? വലിയൊരു ചോദ്യമാണ്, ഇച്ചിരി പാടുള്ള ചോദ്യമാണ്, അതിനൊക്കെ സമയം എടുക്കുന്ന ചോദ്യമാണ്. അതാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? ചെയ്തിട്ട് കമൻറ്റ് ആൻസർ പറയണം. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എനിക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ എത്രയെന്നാണ് നിങ്ങൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയേണ്ടത്. ഇപ്പോൾ ചോദ്യം എന്താണ്? ദ വിസ്കസ് ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ എ സ്പെറിക്കൽ ബോൾ falling through a viscous medium depends on the coefficient of viscosity. Coefficient of viscosity ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. റേഡിയസും വെലോസിറ്റിയാണ്, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് എഴുതാം വിസ്കസ് ഫോഴ്സ് എഫ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു coefficient of viscosity റൈസ് ടു എ, റേഡിയസ് റൈസ് ടു ബി, വെലോസിറ്റി റൈസ് ടു സി. ഇതിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ചിട്ട് കമൻ്റ് ആയിട്ട് പറയണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് എറർ അനാലിസിസും പിന്നെ ഇവിടുന്ന് ചില 1 വേർഡ് ചോദ്യങ്ങളുമാണ്. അത് നമുക്ക് ഇവിടെ പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പാടാണ്, പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ചോദ്യം നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരു വെറൈറ്റി വരുന്ന 1 2 3 4 ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, 1 ഹോംവർക്ക് തന്നിട്ടുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഈ ടൈപ്പ് ചോദ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ സോ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്